ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. അപ്രതയുടെയും ഋഷിയുടെയും മക്കൾക്ക് ഞാൻ ഇതെല്ലാം തിരിച്ചു കൊടുക്കും. ഇതേ സമയം എറണാകുളത്ത് രഘു രാവിലെ ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട് റോഡിലൂടെ പോകവെയാണ് ഇന്നലെ ആ പെൺകുട്ടിയെ കണ്ടുമുട്ടിയ അതേ സ്ഥലത്ത് വഴിയരികിൽ ഭിക്ഷക്കാർക്ക് ആഹാരം കൊടുക്കുന്ന ഒരു പെണ്ണിനെ അവൻ കണ്ടത്. അത് കണ്ട നേരം തലേ ദിവസം തനിക്ക് കുട തന്ന കുട്ടിയായിരിക്കുമോ ആ ആഹാരം കൊടുക്കുന്നതെന്നറിയാൻ രഘു കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. പക്ഷേ അത് അവളായിരുന്നില്ല. പെട്ടെന്നാണ് രഘു നിലത്ത് കിടക്കുന്ന ഒരു സ്വർണത്തിന്റെ ചെറിയൊരു ചന്ദ്രനെ കാണുന്നത്. രഘു അത് കയ്യിലെടുത്തു. ഇതെന്താ, സ്വർണമല്ലേ? അതും ചന്ദ്രന്റെ ഡിസൈൻ. ഈ ഡിസൈനുള്ള സ്വർണം നമ്മുടെ ഷോപ്പിലെ ആണല്ലോ. ആകെ കൂടി 5 പീസ് ചന്ദ്രന്റെ മോഡൽ ബ്രേസ്ലെറ്റ് ഈ ഇടയായി കടയിൽ ഞാൻ പ്രത്യേകം ഡിസൈൻ ചെയ്യിപ്പിച്ചിരുന്നു. അതിലൊരെണ്ണമാണല്ലോ ഇത്. ഉറപ്പായി നമ്മുടെ ഷോപ്പിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയ ഏതോ ഒരു കസ്റ്റമറിൻ്റെ ആയിരിക്കും. ബില്ലിംഗ് ലിസ്റ്റ് നോക്കി ഈ ചന്ദ്രൻ്റെ ബ്രേസ്ലെറ്റിൽ നിന്നും പൊട്ടിപ്പോയ ഈ ചന്ദ്രൻ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. ഇതെന്തായാലും എൻ്റെ കയ്യിൽ തന്നെ കിട്ടിയത് നന്നായി. ഇത്രയും പറഞ്ഞ് രഘു കാറെടുത്ത് നേരെ അലാവത്ത് ജുവലേഴ്സിലേക്ക് പോയി. സന്ദീപ്, മറ്റേ സ്പെഷ്യൽ ഡിസൈൻ ചന്ദ്രൻ്റെ ബ്രേസ്ലെറ്റ്സ് 5 ഉണ്ടായിരുന്നല്ലോ, അതിലെത്ര സെയിലായി? അത് സാർ 3 സെയിലായി, ഇനി 2 കൂടിയുണ്ട്. സാറ് പറഞ്ഞ് ഡിസൈൻ ചെയ്യിപ്പിച്ചതല്ലേ? ഈ പറയുന്നതിനിടയിൽ 3 സെയിലായി. എന്താ സാർ? അത് സന്ദീപ്, അത് വാങ്ങിയ 3 കസ്റ്റമേഴ്സിനെയും വിളിച്ച് ആ വാങ്ങിയ ബ്രേസ്ലെറ്റിന്റെ ഒരു പ്രസന്റ് ഫോട്ടോ അയക്കാൻ പറയണം, അർജന്റായിട്ട്. അതെന്താ സാർ ഇത്ര അർജന്റ്? രഘു അന്നേരം പറഞ്ഞു. അത് ആ ബ്രേസ്ലെറ്റിൽ മുഴുവൻ 6 ചന്ദ്രന്റെ ഡിസൈൻ ഉണ്ടായിരുന്നു. അത് വാങ്ങിയ ഏതോ ഒരു കസ്റ്റമറിന്റെ ഒരു ചന്ദ്രന്റെ ഡിസൈൻ ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടി. അത് ആരുടേതാണെന്ന് കണ്ടുപിടിച്ച് അവരോട് ഇങ്ങോട്ട് വരാൻ പറയാനാ. ആ ചന്ദ്രന്റെ ഡിസൈൻ തിരിച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം. എന്താ സന്ദീപ്? എൻ്റെ പൊന്ന് സാറേ, സാറിനെ സമ്മതിച്ചു. ഈ ചെറിയൊരു ചന്ദ്രൻ എവിടെ നിന്നോ സാറിന്റെ കൈ കിട്ടി. അതിപ്പോ കണ്ടുപിടിച്ച് അയാൾക്ക് തിരികെ കൊടുക്കാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തിനാണ്? ഒരുപാട് തിരക്കുള്ള സാറ് ഇത് ചെയ്യുമ്പോ ശരിക്കും ഞാൻ ഷോക്കായി പോവാ. ഇത്രയ്ക്കും പാവം പിടിച്ച നിഷ്കളങ്കരായ മനുഷ്യരൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇത്രയും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് സന്ദീപ് പോകാൻ തുടങ്ങവേ രഘു പറഞ്ഞു, എടോ, അത് അത്രയും രൂപ സ്വരുക്കൂട്ടി വെച്ച് അവർ വാങ്ങിച്ച സ്വർണമല്ലേ, അത് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. താൻ പോയി ഞാൻ പറയുന്ന പോലെ കേക്ക്. ഇത്രയും പറഞ്ഞ് രഘു തൻ്റെ ക്യാബിനിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞതും സന്ദീപ് രഘുവിൻ്റെ ക്യാബിൻ തുറന്ന് അകത്തേക്ക് വന്നു. സാർ, 3 പേരെയും കോണ്ടാക്ട് ചെയ്തിരുന്നു. അതിൽ 2 പേരുടെ ഫോട്ടോകളിലും 6 ചന്ദ്രന്റെ ഡിസൈനും അതുപോലെ ഉണ്ട്. 3-മത്തെ ആളാട്ടെ ഫോട്ടോ അയക്കുന്നുമില്ല. ഇനി എന്താ ചെയ്യാ? അന്നേരം രഘു പറഞ്ഞു, താൻ ഒരു കാര്യം ചെയ്യും, ആ കസ്റ്റമറിനെ ഫോൺ വിളിച്ച് അലാവത്ത് ജുവലേഴ്സിലേക്ക് വരാൻ മാത്രം പറയും. കാര്യം ഇതാണെന്ന് പറയണ്ട. ശരി സാർ. ഇത്രയും പറഞ്ഞ് സന്ദീപ് അവിടെ നിന്നും പോയി. 2 മണിക്കൂർ കഴിഞ്ഞതും രഘുവിന്റെ ക്യാബിനിലേക്ക് ഒരു ഫോൺ വന്നു. സന്ദീപ് ആയിരുന്നു അത്. സാർ, ആ ബ്രേസ്ലെറ്റിന്റെ ആൾ വന്നിട്ടുണ്ട്. ഒരു 10-21 വയസ്സുള്ള പെൺകുട്ടിയാണ്. ക്യാബിനിലേക്ക് പറഞ്ഞു വിടട്ടെ? യെസ്, പറഞ്ഞുവിടൂ. സന്ദീപ് ആ പെൺകുട്ടിയെ രഘുവിന്റെ ക്യാബിനിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ആ പെൺകുട്ടി രഘുവിന്റെ ക്യാബിൻ തുറന്നു. ക്യാബിനിലെ കറങ്ങുന്ന ചെയറിലിരുന്ന് രഘു ആ പെൺകുട്ടിയെ കണ്ടതും അവിടെ നിന്നും പെട്ടെന്ന് ഞെട്ടലോടെ എഴുന്നേറ്റ് അവളുടെ മുഖത്തേക്ക് നോക്കി. നീ